അങ്ങനെ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ നിരന്തരം വീഡിയോ ഇടുന്നത് കൊണ്ട് അതിനുള്ള ഒരു ഉത്തരം കിട്ടുകയാണ്. രാഹുലിന് 100% കോൺഗ്രസ് സീറ്റിൽ മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം രാഹുൽ പരിഹരിക്കുകയാണെങ്കിൽ 100% രാഹുലിന് സീറ്റ് കിട്ടും. എന്താണ് ആ പ്രശ്നം? ഉറപ്പായിട്ടും പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമാണ്. അത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് BJPയുടെ ഒരു നാറിയ കളി, രാഹുലിനെ പാർട്ടിയിലെത്തിക്കാൻ BJP നടത്തുന്ന ഒരു നാടകം, ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. അതിനുശേഷം അതിന് രാഹുൽ കൊടുത്ത മറുപടി ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് എല്ലാ സീറ്റ് വിഷയം എല്ലാം ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തെ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഇവിടെ സ്ഥാനാർത്ഥി മുകളിലേക്ക് വരുന്നത്. ആ രാഹുലല്ല, രാഹുൽ ഗാന്ധി നിന്നാലും സോണിയാഗാന്ധി നിന്നാലും പ്രിയങ്ക ഗാന്ധി നിന്നാലും പ്രിയങ്ക മേനക ലംബ തിലോത്തമ വന്ന് നഗ്ന നൃത്തം ചെയ്താലും കോൺഗ്രസിനെ തോൽപ്പിക്കുക, അത് ഞങ്ങൾ നടപ്പാക്കും. ആണോ കിളവാ? അതായത് BJPയുടെ വൃത്തികെട്ട പണി എന്തെന്നല്ലേ? BJPയുടെ എല്ലാ നേതാക്കളും എല്ലാ ചർച്ചയിലും മീഡിയാസിനെ കാണുമ്പോൾ രാഹുലിനെ പൊക്കിപ്പറയുകയാണ്. എന്തിനെന്നല്ലേ? രാഹുലിനെ BJPക്ക് എത്തിക്കാൻ വേണ്ടി. നാറികളായ BJP നേതാക്കളോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പണി നിർത്തണമെന്ന് പറയുകയാണ്. രാഹുലിൻ്റെ ഓഫീസിൽ നിന്ന് BJPക്ക് താക്കീത് കൊടുക്കുകയാണ്. ഇനി മേലിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വരരുത് എന്നാണ് രാഹുലിൻ്റെ ഓഫീസ് BJPയോട് പറഞ്ഞത്. അതായത് താക്കീത് കൊടുത്തു എന്നാണ്. അതായത് എത്ര ചെറ്റകളാണ് ഇപ്പോൾ രാഹുലിനെ പൊക്കി വരുന്നത്. എന്തിന്? എങ്ങനെയെങ്കിലും രാഹുലിനെ അവരുടെ പാർട്ടിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ ഇത്രയും നല്ലൊരു നേതാവായ രാഹുലിനെ BJPക്ക് നമ്മൾ കൊടുക്കണത്രേ. VD സതീശ, നിങ്ങൾ കാരണമാണ്. എന്തായാലും നല്ലൊരു തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് എല്ലാ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുന്നുണ്ട്, പാർട്ട് 3 വേണം, പാർട്ട് 3 വേണം. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിത സ്റ്റോറി പറഞ്ഞിട്ട് രാഹുലിൻ്റെ ഏറ്റവും അവസാനം വന്ന ഇൻ്റർവ്യൂ സൈഡിൽ വെച്ചുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. അതിൻ്റെ 2 ഭാഗം അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ ബാക്കിയും കൂടി ഇന്ന് വീഡിയോയുടെ അവസാനം ഞാൻ വെച്ചു തരാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ്. കുറേ കാര്യങ്ങൾ രാഹുൽ പറയുന്നുണ്ട്. അത് സൈഡിൽ വെച്ചുകൊണ്ട് അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമുക്ക് രാഹുലിൻ്റെ സീറ്റ് വിഷയം ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, പൊന്നു പ്രേക്ഷകരെ, 100K സബ്സ്ക്രൈബ് ആവാൻ വെറും 1000 പേർ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇനി ഒരിക്കലും ഞാൻ പറയില്ല 100K ആയതിനു ശേഷം നമ്മളൊന്നും പറയില്ല. കാരണം 100K ആയിക്കഴിഞ്ഞാൽ CPMന് എൻ്റെ ചാനൽ ഇല്ലാതാക്കാൻ പറ്റില്ല. ഞാൻ പിണറായി വിജയനെതിരെയും BJPക്കെതിരെയും സംസാരിക്കുമ്പോൾ എനിക്ക് കുറേ സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. അതൊരു 100K ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് അത്ര പെട്ടെന്ന് എൻ്റെ ചാനൽ ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്താണ് ഇന്ന് ചർച്ചയായത്? അതായത് നിരന്തരം രാഹുലിനെ BJPക്ക് എത്തിക്കാൻ BJP ഭീമമായ ചർച്ച നടത്തുന്നു. BJPയുടെ ഏജന്റുമാർ നിരന്തരം രാഹുലിൻ്റെ ഓഫീസ് പോകുന്നു, രാഹുലിനെ ഫോണിൽ വിളിക്കുന്നു, രാഹുലിനെ കാണുന്നു, രാഹുലിനോട് പറയുകയാണ്, നിനക്ക് എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്യാം, വരൂ രാഹുലെ, BJPക്ക് വരൂ രാഹുലെ, BJPക്ക് നിന്നെ പാലക്കാട് ഞങ്ങൾ മത്സരിപ്പിക്കാം രാഹുലെ, പ്ലീസ് രാഹുലെ. കാളടക്കം BJPക്കാർ രാഹുലിനെ പിടിക്കുന്നു. ഇതൊക്കെ കണ്ട് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുകയാണ്. രാഹുലിനോട് ചോദിക്കുകയാണ്, എന്താണ് രാഹുലെ നിന്റെ പ്ലാൻ? രാഹുൽ പറഞ്ഞു, അതായത് ഞാൻ ഒരു തന്തക്ക് ജനിച്ചവനാണ്, അതുകൊണ്ട് ഞാൻ BJPക്ക് പോലെ, സത്താലും BJPക്ക് പോലെ, പക്ഷേ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് രാഹുൽ കോൺഗ്രസിനോട് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. കോൺഗ്രസ് അവിടെ പറഞ്ഞ കാര്യങ്ങൾ, മുരളീധരൻ എന്ന് പറയുന്ന ആ ചെറ്റയെ നമുക്ക് മാറ്റി നിർത്താം. മുരളീധരൻ എന്ന് പറയുന്ന ചെറ്റ ഈ പറയുന്ന ഈ മീറ്റിങ്ങിനൊന്നും നിന്നിട്ടില്ല. രാഹുൽ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, ഇരിക്കട്ടെ. ബാക്കിയുള്ള നേതാക്കൾ ചർച്ച ചെയ്ത് പറഞ്ഞത്, നമ്മുടെ പാർട്ടിയിൽ മുമ്പ് ഇങ്ങനെ വലിയ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്, അപ്പോൾ ആരെയും നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടില്ല. സാക്ഷാൽ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കേസ് വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ രാഹുലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്? ശശി തരൂറിന്, അതായത് നമ്മുടെ ശശി തരൂർ ഉണ്ടല്ലോ, ശശി തരൂറിനാണ് നമ്മൾ കൈ കൊടുക്കേണ്ടത്. ശശി തരൂറാണ് ഏറ്റവും കൂടുതൽ രാഹുലിന് വേണ്ടി സംസാരിച്ച ആൾ. അപ്പോൾ ഏറ്റവും അവസാനം ഒരു വിധി വരികയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. 21-ാം തീയതിക്ക് രാഹുലിൻ്റെ കേസിന് രണ്ടാമത് ഹൈക്കോടതി പരിഗണിക്കുന്നത് 21-ാം തീയതിയാണ്. 21-ാം തീയതി രാഹുലിന് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ പാലക്കാടിൽ രാഹുൽ മത്സരിക്കും. ഒരു പക്ഷേ നമുക്ക് നാളെ മറ്റന്നാളോ കോൺഗ്രസിന്റെ പിഷാരടിനെ ഒരു പക്ഷേ പ്രഖ്യാപിക്കും, പാലക്കാടിൽ പിഷാരടി മത്സരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രഖ്യാപിക്കും, മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. നമുക്കിട്ട് വിവരമാണ് പറയുന്നത്. അതായത് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പിഷാരടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയും. പക്ഷേ 21-ന് രാഹുലിന് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ
100% ആ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കുകയും കോൺഗ്രസിലേക്ക് അതിനുശേഷം സീറ്റ് കൊടുക്കുകയും ചെയ്യുമെന്നാണ് നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ്. ഒരു പക്ഷേ അതിജീവിതയുടെ ഒരു കാര്യം പറയുകയാണ്. അതായത് കോടതിയിൽ നമ്മുടെ രാഹുലിനാണ് ജയം. കഴിഞ്ഞ ദിവസം 7-ാം തീയതിക്ക് രാഹുലിന് ജാമ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതായത് നമ്മുടെ ജഡ്ജി സാറ് രാഹുലിന് ജാമ്യം കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിജീവിത എന്ന ആ സ്ത്രീ കരയുകയാണ്. കരഞ്ഞ് ജഡ്ജിയുടെ കാലെന്തോ പിടിച്ചു എന്നാണ് കേൾക്കുന്നത്. കൊടുക്കല്ലേ എൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നേ ഒക്കെ പറഞ്ഞു. അതുപോലെ അതൊരു പെണ്ണായതുകൊണ്ട് 21-ാം തീയതി വരെ മാറ്റിവെച്ചതാണ്. അപ്പോൾ എന്തായാലും 21-ന് രാഹുലിന് ജാമ്യം കിട്ടും. കാരണം അത്രയും ഭീമമായ ജയമാണ് രാഹുലിന് കോടതിയിൽ കിട്ടുന്നത്. അതിജീവിതയ്ക്ക് ഒരു തെളിവിൻ്റെ കഷ്ണം പോലും കോടതിയെ മുമ്പാകെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് കേട്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ വലിയൊരു പീഡന വീരനാണെങ്കിൽ, ഞാൻ പീഡിപ്പിക്കപ്പെട്ടവനാണെങ്കിൽ എന്നെ കോടതി പറയോ അവനെ അറസ്റ്റ് ചെയ്യണ്ടെന്ന് പറയോ? ഒരിക്കലും പറയോ? എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കോടതി പറയൂല, എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്നു പറയൂല. അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റില്ല. അതുകൊണ്ട് കോടതി പറയുകയാണ് അറസ്റ്റ് ഒന്നും ചെയ്യണ്ട, 21-ാം തീയതിക്ക് ഞങ്ങൾ വിധി പറയാം. എന്തായാലും 21-ന് രാഹുലിന് ജാമ്യം കിട്ടുകയും 21-ാം തീയതിക്ക് രാഹുൽ ഒഫീഷ്യലായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പിന്നെ എനിക്കറിയില്ല മക്കളെ, ഇനി നാളുകളിൽ എന്തോ ആയാൽ ഈ മുരളീധരൻ എന്ന് പറയുന്ന ആ ചെറ്റയൊക്കെ ഭയങ്കര എതിർപ്പാണ്. അയാളൊക്കെ പറഞ്ഞ് നാളെ മാറുമോ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ ഞാൻ ഒന്നൊന്നായിട്ട് വെച്ച് തരാം. ഓക്കെ, പഴയതാണ്, അതായത് കേസിന് മുമ്പ് എടുത്ത ഇന്റർവ്യൂ ആണ്. കുറെ പ്രേക്ഷകർ കമന്റ് ഇട്ടത് കൊണ്ടാണ് വീണ്ടും വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. ഇപ്പൊ PhD വല്ലതും ചെയ്യുന്നുണ്ടോ? ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അതിങ്ങനെ മുന്നോട്ട് പോവാണ്. അത് ഭയങ്കരമായി ഉഴപ്പി മുന്നോട്ട് പോവാണ്. തുടക്കത്തിലൊക്കെ നല്ല ആവേശമാണ്. പക്ഷേ ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കാൻ പോകുന്നത് രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ വേറെ ഏത് തൊഴിൽ തെരഞ്ഞെടുക്കുമായിരുന്നു? രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ കാലത്ത് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ ആളുകളെ നോക്കുന്നുണ്ട്, പോകേണ്ട ആളുകളെ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അലാം വരുന്നുണ്ട്. അപ്പം രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് പിന്നെ ആയിട്ടുള്ളൊരു ആഗ്രഹം അധ്യാപകൻ, കോളേജ് അധ്യാപകനാകുക എന്നുള്ളത്. ഏത് വിഷയത്തിലായിരിക്കും അപ്പോൾ എടുക്കുന്നുണ്ടാവുക? എന്റെ സബ്ജക്ട് ഹിസ്റ്ററിയാണ്. എന്റെ സബ്ജക്ട് ഹിസ്റ്ററിയാണ്. എവിടെയെങ്കിലും പൊളിറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ? ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമല്ലോ. പൊളിറ്റിക്കൽ സയൻസിന്റെ മലയാളം വാക്ക് എന്താ? ഇംഗ്ലീഷ് മീഡിയം പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. രാഷ്ട്രീയ സയൻസ് എന്താ? ഒന്ന് ഗസ് ചെയ്യ്, ഒന്ന് ട്രൈ ചെയ്യ്, സത്യത്തിൽ ഒന്ന് ട്രൈ ചെയ്യ്. പൊളിറ്റിക്കൽ സയൻസ് വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ CPM-ന്റെ കുരുപൊട്ടുകയാണ്, BJP-യുടെ കുരുപൊട്ടുകയാണ്. കാരണം 3 പെൺകുട്ടികൾക്കൊപ്പമാണ് രാഹുലിന്റെ ഇന്റർവ്യൂ. എങ്ങനെ ഇരിക്കുന്നു? അവറ്റകൾ വിചാരിക്കുന്ന അങ്ങനെ, അവറ്റകളുടെ ചിന്ത ശരിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. എനിക്കുള്ള ഡൗട്ടാണത് ശരിക്കും രാഷ്ട്രമീമാംസ. അതെ, രാഷ്ട്രമീമാംസ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ അത് പറയാൻ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതല്ലെങ്കിൽ വെറുതെ. രാഷ്ട്രമീമാംസയാണ്, പക്ഷെ സയൻസ് ശാസ്ത്രമല്ലേ, പിന്നെ എങ്ങനെ ഈ മീമാംസ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ഒരിക്കൽ കൂടി തോൽവി സമ്മതിച്ചല്ലേ? സത്യത്തിൽ എനിക്ക് വോട്ട് കുറയ്ക്കാൻ വന്നവരാണോ അതോ ഇതൊക്കെ കണ്ട ആരെങ്കിലും വോട്ട് ചെയ്യണം? ഇവനാണെങ്കിൽ ഇതിന്റെ മലയാളം പോലും അറിയില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇതിങ്ങനെ ആലോചിക്കും പെട്ടെന്ന് ആർക്കും കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടിരിക്കണം. റജീന, ഇത് നമ്മളോട് ചോദിച്ച് കുഴപ്പിച്ച ഒരു ചോദ്യമാണ്. ഇന്ന് എല്ലാവരോടും ഇത് തന്നെ. അതെ, ഈ 2 ചോദ്യത്തിന് ഉത്തരവില്ലെങ്കിലും പൊതുസമൂഹത്തിന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഉത്തരവുണ്ടല്ലോ. പൊതുസമൂഹത്തിന് ചോദ്യങ്ങൾ മാത്രമല്ല, അവർക്ക് നല്ല ഒന്നാന്തരം ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജനപ്രതിനിധിയാണ് അവർക്ക് ആവശ്യം. അപ്പൊ അതിന്റെ ഒരു മത്സരത്തിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ജയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആർക്കായിരിക്കും ആദ്യം നന്ദി പറയുന്നത്? പാർട്ടിക്കാണോ, വോട്ടർമാർക്കാണോ, അതോ ദൈവത്തിനാണോ? ആർക്ക് പറയും? അങ്ങനെയല്ല, അത് നമ്മളൊരു ജനപ്രതിനിധിയാകുമ്പോൾ നമുക്കത് പാർട്ടിയും ജനങ്ങളെയും വേർതിരിക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയാണ് അവസരം തന്നത്, ജനങ്ങളാണ് ജയിപ്പിക്കുന്നത്. അപ്പം ഇത് രണ്ടും തുല്യമായിട്ട് അല്ല, അവര് കാലാകാലങ്ങളായിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇത് ഫൈനൽ പാർട്ടാണ്. രാഹുലിന്റെ ഇന്റർവ്യൂ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കുറെ പ്രേക്ഷകർ ചോദിച്ചത് കൊണ്ടാണ് വെക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് നമ്മൾ സെപ്പറേറ്റഡ് അല്ലല്ലോ. ഇപ്പൊ ഞാൻ എന്നാ പിന്നെ എനിക്കൊരു നന്ദി പറഞ്ഞേക്കാന്ന് വിചാരിക്കുന്നില്ലല്ലോ. കുടുംബം നമ്മുടെ പാർട്ടാണല്ലോ. പാർട്ടി നമ്മുടെ പാർട്ടിയാണ്, ജനങ്ങൾ നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക അവസരത്തിന് ഏറ്റവും അധികം കടപ്പെടുക സ്വാഭാവികമായിട്ടും പാർട്ടിയോടും
അതുപോലെ തന്നെ ജനങ്ങളോടുമാണ്. ഈ പണ്ട് മറ്റേ ഫേസ്ബുക്കിലെ ഒരു മാട്രിമോണിയൽ പരസ്യമൊക്കെ ഇട്ടിരുന്നല്ലോ, മാട്രിമോണിയൽ പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നല്ലോ. അപ്പൊ ഇനി ഉടനെ അങ്ങനെ എങ്ങാനും ഇടാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഞാനൊരു മാട്രിമോണിയൽ പോസ്റ്റ് ഇട്ടില്ല. ഒരാൾ മാട്രിമോണിയൽ പോസ്റ്റ് ഇട്ടപ്പം ഈ ട്രോളുകളൊക്കെ അത്ര സാർവത്രികമല്ലാതിരുന്ന കാലത്ത് അതൊന്ന് ട്രോൾ ചെയ്തു. ആ ട്രോൾ ചെയ്തിട്ട് അത് അന്ന് ട്രോളാന്ന് എല്ലാവർക്കും മനസ്സിലായി. പിന്നീട് ഇതിന്റെ വാർത്തകൾ മാത്രം കണ്ടിട്ട് പോന്നിട്ട് സത്യത്തിൽ അങ്ങനെ മാട്രിമോണിയൽ പോസ്റ്റ് ഇട്ടായിരുന്നു എന്ന് വിചാരിക്കും. ട്രോളിയ ആള് അത് സീരിയസ് ആയിട്ടാണല്ലോ എടുത്തത്. ആ ആള് ജീവിതത്തിൽ ഇതുവരെ സീരിയസ് ആയിട്ട് ഒന്ന് ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ആ ആൾക്ക് എന്നെയോ എനിക്ക് അയാൾ വ്യക്തിപരമായി ഒരു പരിചയമില്ല. അയാളും പിന്നെ SFI ഒക്കെ ആയിട്ട് അയാളുടെ കാര്യമായിട്ട് നടക്കുന്നു, ഞാൻ KSU ഒക്കെ ആയിട്ട് നടക്കുന്നു. ഞങ്ങൾ തമ്മിൽ നേരിട്ട് അറിയുക പോലും ഇല്ലാത്ത കാലത്ത് അയാളുടെ ഒരു മാട്രിമോണിയൽ അയാളിട്ടതല്ല, അയാളുടെ കുടുംബമായിട്ടൊരു മാട്രിമോണിയൽ, കുടുംബത്തിൽ ആരോ ഇട്ടൊരു മാട്രിമോണിയൽ പോസ്റ്റിന് അന്ന് അതിന് തൊട്ടു മുമ്പ് വന്നൊരു പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഏറിപ്പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ട്രോൾ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ ഏറിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ ഇങ്ങനെ കണ്ടു. അപ്പൊ രാഹുൽ പറഞ്ഞു അത് തമാശക്ക് ഇട്ടതാണ്. അപ്പത്തേക്ക് പെട്ടെന്ന് ആ വ്യക്തി സീരിയസ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അതൊരു തമാശയായിരുന്നു. അതും ഒരു തമാശ. അതൊരു യാഥാർത്ഥ്യമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ്. കാരണം അത് തമാശയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഷോ കണ്ടോണ്ടിരിക്കുമ്പോഴും അറിയാതെ തമാശയാണ്. കാരണം അന്ന് ഞങ്ങൾക്ക് തമ്മിൽ പോലും അറിയില്ല. ഇപ്പോഴാണ് തമ്മിലെങ്കിലും അറിയുന്നത്. അപ്പൊ ഈ ട്രോളുകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. പോസിറ്റീവായിട്ടുള്ള ട്രോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം. അല്ലാതെ നമ്മളെ ഇഷ്ടമാണോ? ഞാൻ ട്രോൾ ചെയ്യാറുണ്ടല്ലോ. ഞാൻ വർത്താനം പറയുമ്പോൾ ട്രോൾ ചെയ്യാറുണ്ട്. അത് പിന്നെ പ്രസംഗത്തിലോ ഫേസ്ബുക്കിലോ മാത്രമല്ല, വർത്താനം പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ ട്രോൾ ചെയ്യാറുണ്ട്. വേദനിപ്പിക്കാത്ത ട്രോളുകളാണെങ്കിൽ ഇഷ്ടമാണ്. അതിപ്പം എന്നെ ട്രോൾ ചെയ്താലും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി സംസാരിക്കുന്ന ഒരാളാണോ മാങ്കൂട്ടത്തില്? പരമാവധി അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അധികം ചോദ്യങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടില്ല. അത് എൻ്റെ എന്തോ ഒരു പ്രത്യേക മിടുക്കല്ല. അപ്പം എൻ്റെയൊക്കെ തലമുറ തുടങ്ങുമ്പോൾ തൊട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, പൊതുസമൂഹത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ എല്ലാത്തിലും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വല്ലാണ്ട് വന്നൊരു കാലഘട്ടമാണ്. പഴയ ആളുകൾ പറയുന്നതിനകത്ത് ഞാൻ അവരുടെ ഒരു പ്രശ്നം അവരുടെ കാലഘട്ടത്തിലൊന്നുമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഒരു കാര്യം ഇപ്പം പണ്ടൊക്കെ ഇരട്ടപ്പേരുകൾ ഉണ്ടാകാറുണ്ട്. ഇരട്ടപ്പേരുകൾ ഇല്ല, എനിക്ക് ഇരട്ടപ്പേര് കോളേജ് ലൈഫിൽ ഇരട്ടപ്പേരുകൾ നിങ്ങൾ ആരോട് കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ ഇരട്ടപ്പേരുകൾ പറയുന്നത് ആരുടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിമിതികൾ കൊണ്ടൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല. കോളേജിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ കോളേജ് ലൈഫിൽ സാധാരണ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ടീച്ചേഴ്സിനൊന്നും അത്ര ക്ലാസ് ഒക്കെ എന്തായാലും മുടക്കുമായിരിക്കുമല്ലോ. അപ്പം ഇപ്പൊ എങ്ങനെയാണ് അന്നത്തെ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? അല്ലെ ഇപ്പം കോളേജിലെ ആ ഒരു ടീച്ചേഴ്സിന്റെയും കൂടെ പഠിച്ച സഹപാഠികളുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എൻ്റെ ക്യാമ്പസ് ഭയങ്കര പൊളിറ്റിക്കൽ ക്യാമ്പസ് ആയിരുന്നു. എന്നിട്ട് കാലിക്കറ്റിലാണ് ഡിഗ്രി ചെയ്തത്. പിന്നെ PG പോകുമ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻസിലാണ്. അവിടെയും വേറൊരു തരം പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പം ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ പൊളിറ്റിക്കൽ ക്യാമ്പസ് ആയതുകൊണ്ട് അതൊരു പുതിയ കാര്യമായിരുന്നില്ല. പിന്നെ അങ്ങനെ അക്കാദമിക്സിൽ വല്ലാണ്ടൊരു വീഴ്ചകളൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ അസൈൻമെന്റുകൾ വളരെ കൃത്യമായിട്ട് വെക്കുന്ന ആളാണ്. അങ്ങനെ പഠിപ്പി എന്ന് പറഞ്ഞൊരു കൺവെൻഷണൽ പഠിപ്പിയല്ല, നന്നായി മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ക്ലാസ്സിലും കയറി അറ്റൻഡ് ചെയ്തിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെ നന്നായിട്ടാണോന്ന് അറിയത്തില്ല, എഴുതുകയും വായിക്കുകയും ചെയ്യാം. കോളേജിലുണ്ടായിരുന്ന ഒരു സഹപാഠി എന്നോട് പറഞ്ഞതാണ്. എഴുതലുണ്ട്, വായിക്കലുണ്ട്. അത് നന്നായിട്ടാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊന്നും അല്ല. എങ്കിലും എൻ്റെതായ രീതിയിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതലുണ്ട്, വായിക്കലുണ്ട്. അപ്പോൾ കോളേജ് ടൈമിലായാലും അധ്യാപകർക്ക് ഞാൻ ഇപ്പോൾ കോളേജ് ഇലക്ഷൻ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അപ്പോൾ കോളേജിലൊക്കെ അതൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. മാത്രമല്ല വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർക്കൊക്കെ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കിട്ടുന്നൊരു ക്യാമ്പസാണ്. പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്ന യുവതലമുറയോട് എന്താ രാഹുലിന് പറയാനുള്ള ഒരേ ഒരു കാര്യം? എല്ലാവരും പൊളിറ്റിക്കലാകണം, എല്ലാവരും. അതിപ്പം ഒരു പൊതുപ്രവർത്തനം ചൂസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിന്നോ ഇല്ലെന്നുള്ളതല്ല, നിങ്ങൾ എല്ലാവരും പൊളിറ്റിക്കലാകണം. കാരണം രണ്ട് കാര്യമാണ്. ഇപ്പം വിഖ്യാതമായ വേർഡിങ് തന്നെയുണ്ട്. അതായത് നിങ്ങൾ മെച്ചപ്പെട്ട ആളുകളെ ചൂസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ മെച്ചപ്പെട്ട ആളുകളെ ചൂസ് ചെയ്തതിൽ നിങ്ങളെക്കാൾ മോശക്കാർ നിങ്ങളെ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കണം. ഒന്നത്. രണ്ട്, ഒരു സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുമ്പോഴേ നമുക്ക് ഒരു വ്യക്തി ജീവിതത്തിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യലുണ്ട്. അത് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഇതാണ് ജീവിത വിജയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ ഒരു തിരിച്ചടി, ഒരു പരാജയം, ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് വീണു പോകില്ല, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. പിന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതൊന്നും ആയില്ലെന്ന് വിചാരിച്ചു, നമുക്ക് എല്ലായിടത്തും ബന്ധങ്ങളില്ല, എല്ലായിടത്തും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. നമുക്ക് ജീവിത വിജയത്തിന് ഭയങ്കര ഗുണമായിരിക്കും. അപ്പോൾ വോട്ടിന് പിന്നാലെയുള്ള ഓട്ടം തുടരട്ടെ.
ഓക്കെ, നല്ല അടിപൊളിയാണ്. ഇവിടെ കൊണ്ട് ഇൻ്റർവ്യൂ തീരുകയാണ്. ഇനി പുതിയ ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിയാക്ട് ചെയ്യാം. ഒരു കാര്യം പറയുകയാണ്, ഞാൻ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം നല്ല ഉറക്കമുണ്ട്. ഞാൻ രാത്രി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതായത് രാത്രി പണിയെടുക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ പകൽ ഇന്ന് ഈ ഒരു വാർത്ത കിട്ടി നമ്മുടെ രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുമെന്ന്, അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, പുനഃപ്രേക്ഷകരെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സഹായിക്കണം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് അടുത്ത മാസം ഫെബ്രുവരി 1-ാം തീയതി തൊട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ കിടന്നുറങ്ങുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒറ്റ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ പാലക്കാടിൽ വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.